ഹലോ. ഹലോ. കട്ടായ? കട്ടായി പോയേക്കളെ. രാവിലെ വിളിച്ചിട്ട് എടുത്തില്ല. ഇവിടെ ഇല്ലായിരുന്നു. ഷിബിനെ പ്രസവിച്ചു മോള്. ആശുപത്രിയിലായിരുന്നു, അങ്ങോട്ട് പോയി. വിളിക്കാത്തോണ്ട് ഇവിടെ വെച്ചിട്ട് പോയി. സുഖമാണോ? നല്ല സുഖം. നിനക്ക് സുഖമാണോന്ന്? സുഖം, കുഴപ്പമില്ല. കുഴപ്പമൊന്നും ഇല്ലല്ലേ? എന്തുകൊണ്ട് വിശേഷം? വിശേഷമൊന്നുമില്ല. ഞങ്ങൾ അങ്ങോട്ട് വരട്ടോ നിന്നെ കാണാൻ? എന്താ ഇങ്ങോട്ട് വരണ്ട. പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ കാണാൻ? ഞങ്ങൾ എവിടെ വരണം കാണാൻ? ഞങ്ങൾ എവിടെ വരണം നിന്നെ കാണാൻ? പറഞ്ഞ് റെഡിയാക്കണ്ട. ഇങ്ങോട്ട് പറ്റിയിട്ട് വരണ്ടെന്ന് പറഞ്ഞാൽ പറ്റാൻ പറ്റിയ ആളെല്ലാം വേണമെന്ന് പറഞ്ഞാൽ കേട്ടോ. അവിടെ പൈസ വെച്ച് എനിക്ക് മനസ്സിലായി. തിരി കിട്ടിയ ഭാര്യയും ഭർത്താവും കൂടെ ആ പൈസ കൈ വെച്ചോളാൻ പറഞ്ഞാൽ നിനക്കും ബോധ്യമാണ് സിആർപിയുടെ പൈസത്. നിന്റെ ആദ്യം വിവാഹം തെറ്റിച്ച് നിന്റെ മാതാപിതാക്കൾ തന്നെയാണ് നിന്റെ അമ്മായും അപ്പായും കൊടുക്കാന്ന് പറഞ്ഞ കിട്ടും. അദ്ദേഹത്തെ എഗ്രിമെന്റ് വാങ്ങിച്ചിട്ട് എഗ്രിമെന്റ് കളഞ്ഞു മനസ്സിലാണ്. ഇനി ഇങ്ങോട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ ആട്ടുകാരെന്ന് പറഞ്ഞു സ്വച്ഛമായ സത്യസമായ അതാണ് കോടതി. കണ്ടക്ക് കള്ളം പറഞ്ഞു കൊടുക്കുക. കള്ള ഈശ്വരം പഠിച്ച് കള്ളം പഠിപ്പിക്കാണ്. എന്നിട്ട് എന്തെങ്കിലും ചോദിച്ച് തിരിച്ച് വാക്കം കുത്തിയാൽ പറയാം അത്താക്കെ അറിയാവും, അമ്മ കരഞ്ഞൂടെ. ആ വിളിക്കാൻ പറഞ്ഞാൽ അപ്പൊ വീട്ടിൽ ഇരുന്ന പെട്ടെന്ന് അവിടെ ഇരുന്നുണ്ടായി. അവിടുന്ന് ഞാൻ പെണ്ണെടുത്തിട്ടില്ല. ഇവിടെ എന്റെ വീടുകളിൽ കയറാൻ നോക്കില്ല. ഞാൻ വാങ്ങിച്ച ഒരു സ്ഥലത്തും കയറാൻ നോക്കില്ല. എന്റെ അലാകാരം വിട്ട് വാങ്ങിക്കാം. ഒരു കണ്ട് ഭൂമി ഇല്ലാത്ത എനിക്കാണെങ്കിൽ എല്ലാം തന്നെന്നാണ് ഇതിന്റെ വന്ത പറയുന്നത്. വിദ്യാഭ്യാസം എല്ലാം വിവരമില്ല, പണമില്ല, സംസ്കാരമില്ല. പിന്നെ ഏത് രീതിയിൽ ഞാൻ അവരെ അക്സെപ്റ്റ് ചെയ്യും? ഞാനൊരു ജഡ്ജിയാണ്. എനിക്കൊരു സംസ്കാരം ഉണ്ടെന്ന് പറഞ്ഞാൽ കച്ചവടക്കാരെ കേട്ടില്ല. മക്കളെ വെച്ച് കച്ചവടം ചെയ്യണമെന്നാൽ ഒരു കാരണത്തിനും കേട്ടില്ല. സ്വന്തം കട മോളെ കടയിൽ നിന്ന് വാടക മോഷ്ടിക്കുന്ന ഏത് മാതാപിതാക്കളൊന്നും എവിടെ കാണും? ഇത് വീട്ടിൽ കേൾക്കാൻ പറ്റില്ല. മോഷണം എന്ന് പറഞ്ഞാൽ കള്ളനാണ്. കള്ളന്മാരെ ഇരിക്കാനാണ് ഇരിക്കുന്നത്. അവനെ ഞാൻ വീട്ടിൽ കേട്ടു. എന്റെ കള്ളറെ ഞാൻ കേട്ടില്ല. ഒരു മാസം വരെ ഈ ഗർഭിണിയാണെന്ന് അറിഞ്ഞല്ലോ. എന്നിട്ട് നീ ആഹാരം കഴിച്ചുകൊണ്ടപ്പോ ഒരു സ്ത്രീ കാണിക്കും. ഒരു സ്ത്രീ കാണിക്കുമോ? പ്രസവിച്ചോ ഗർഭിണിയായാലും മോളോ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കാൻ നിങ്ങളുടെ ആഹാരം കഴിച്ചാൽ മതി. ഏതെങ്കിലും സ്ത്രീ കാണിക്കോ? കള്ള ഇവിടെക്കാരെന്താ? ഇവിടെ പിച്ചക്കാരെന്ന് ചോദിച്ചാലും പറ്റില്ല. മറന്നു ഇതെല്ലാം ഇതെല്ലാം മറന്നു അയാൾ. എന്റെ വീട്ടിൽ വിളിക്കാൻ തെറ്റ് ചെയ്ത് വിട്ടാണ്. എന്നിട്ട് വാടകക്കാരനെ വിളിച്ചിട്ട് കുറച്ച് പറയാ. കടയിലുള്ള വാടകക്കാരനെ താഴോട്ടാക്കിയ എന്ത് സംസ്കാരം ഇത്? എവിടുത്തെ സംസ്കാരം? സ്വന്തം മോളെടുത്ത് പെറ്റ മക്കള് പെമ്മക്കള് ബാധ്യതയായിട്ട് ആദ്യം വേറെ കൊന്നതായിരുന്നു നോക്കണം. ലൈംഗികമായി സൂചിച്ചാ പോരാ. ലൈംഗികമായി സൂചിച്ചാൽ പോരാ. കൊച്ചു വൈദ്യെന്ന് പറഞ്ഞത് അത് ലൈംഗിക സുഖം മാത്രം അനുഭവിച്ചാൽ പോരാ. ആ വരുന്ന ആ ബീജത്തിൽ നിന്നുണ്ടാകുന്ന മക്കളെ സംരക്ഷിക്കാനൂടെ പഠിക്കും. എനിക്കൂടെ എടുക്കുമ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കാൻ പറയാം. കെട്ടി ഹലോ. ഹലോ. ഞാൻ വിളിച്ചെന്നേ ഉള്ളു നിന്റെ സുഖം അന്വേഷിക്കാൻ. ഞാൻ കേട്ടു. നിനക്കറിയാലോ നിന്നോട് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ എന്ത് ദ്രോഹം നിന്നോട് ചെയ്തു? നീ ആഹാരം കഴിച്ചോണ്ടിരിക്കുവാന്ന് ഞാൻ കണ്ടോ? ഞാൻ നിന്നെ സ്നേഹിച്ച് ഞാൻ വളർത്തിയിട്ടില്ലേ?
മക്കള് സുഖമായിട്ട് ജീവിക്കണം. ഞങ്ങൾക്ക് നിന്നോട് സ്നേഹക്കുറവൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഞങ്ങൾ കള്ളരുമല്ല. വാടക 15,000 രൂപ വാടകത്തിനൊക്കെ 14 എങ്ങനെയാണ്? അതിന് കടക്കാരൻ നിർത്തം വന്നിട്ട് അവന്റെ 14,000 കൊടുത്താൽ മതി. 2,000 ഞാൻ കുറച്ച് നേരെ പറഞ്ഞു. റാക്കിന്റെ വാടക ഈ ജോലി ഈ തള്ളത്തിന്റെ പറഞ്ഞില്ല. റാക്കിന്റെ വാടക 14,000. എന്നിട്ട് ഈ തള്ളയിലെ നിനക്ക് പറഞ്ഞില്ല. നിന്റെ അനിയൻ പറഞ്ഞ ഒന്നും ചെയ്യല് നോവാന്നാണ് പറഞ്ഞത്. ജോലി CRPയുടെ കട താഴത്തെ കട കൊടുക്കാൻ വേണ്ടി മോദത്തെ കട ഇങ്ങനെ ആയിരുന്നു ജോലി. 10 ലക്ഷം രൂപയുടെ കാറ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് എഗ്രിമെന്റ് കളഞ്ഞു കല്യാണം എനിക്കിവിടെ വന്നിട്ട് 10 ലക്ഷം രൂപയുടെ കാറ് തരാം. എനിക്ക് തൽക്കാലം കൊണ്ട് എന്റെ ഇടവഴി കയറില്ലാന്ന് പറഞ്ഞിട്ട് എന്റെ വീട്ടിൽ വന്നിട്ട് പോയാണ് നിന്റെ ഈ പറഞ്ഞ ഈ സ്ത്രീയും നിന്റെ സന്ദേഹമാണ് എന്റെ ഔദാര്യം കെട്ടിക്കൊണ്ട് പോയിട്ട്. അതെങ്ങനെ ഉണ്ടായിരുന്നു ഈ ജോലി? ഈ 1 മാസം നീ മരിച്ചു വയ്ക്കണമെങ്കിൽ നിന്റെ വീട്ടിൽ വെച്ചാൽ നീ ഒരു പുതിയ വീട് വെച്ച് പാടിയാക്കിയെന്ന് പറഞ്ഞ ഭർത്താവ് പറഞ്ഞ 1000-ഓളം ആൾക്കാരെല്ലാം പങ്കെടുക്കുന്ന പറയാമെന്ന് കേട്ടു. ഒരു മാതാവ് കഴിക്കില്ല. ലൈംഗിക സുഖം അനുഭവിച്ചിട്ട് മക്കളെ ജനിപ്പിച്ചിട്ട് അവരെ വളർത്തുമ്പോൾ ആണിനെ പിടിഞ്ഞ് ഒരുപോലെ കാണുന്നു. എന്നിട്ട് പെൺമക്കളെ അടക്കി ധരിപ്പിക്കുക. അവരെ റാവുത്തന്മാരെ ചെറുത്താൽ ഞാൻ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറെ കിട്ടുന്ന ഒരു മനുഷ്യനെ വിളിക്കാൻ പറഞ്ഞ മോളും മരുമോനും കാണിക്കുന്ന പെണ്ണിത്തരമാണ്. ഒരു മോക്ക് കൊടുത്ത കടയിൽ നിന്ന് 15,000 രൂപ വാടക കിട്ടുന്നുണ്ട്. 10,000 വീട്ടിലേക്ക് ആദ്യം പറഞ്ഞില്ലേ? അതിനാണ് കൃഷ്ണകുമാരൻ നമുക്ക് കള്ളം പറഞ്ഞത്. ഈ 15,000 രൂപ വാടക നൽകാതിരിക്കാൻ ഈ സ്ത്രീ മനുഷ്യ സ്ത്രീയാണ്. നീ കാണിക്കുന്നുണ്ട് മോളെടുത്ത്. നീ കാണിക്കും. നീ കെട്ടല്ലേ 10 വാങ്ങുന്നു. എന്റെ മോളെടുത്ത് നീ കാണിക്കും. നിന്റെ കള്ള കാണിക്കുന്നത്. എന്നിട്ട് നിന്റെ കള്ള പിന്നെ കുറ്റം പറഞ്ഞു നീ ഗർഭിണിയായി നീ ചോരം കൊണ്ടിരുന്നപ്പോൾ എപ്പോൾ പോകണം നിന്റെ വന്നതിനെ കുറിച്ച് പറഞ്ഞു. നിനക്ക് ചോറന്നാൽ മാത്രം മതി. പുറകെ പറഞ്ഞു നിന്റെ കള്ള പറഞ്ഞു അന്വേഷിച്ചില്ല. അതാണ് നിന്റെ കള്ള. അത് പഠിക്കുന്നു. CRPയുടെ കല്യാണം നിനക്ക് ആലോചിച്ചിട്ട് ഇതൊക്കെ കൊടുക്കാൻ വേണ്ടി 6 മാസം ഇന്നത്തെ ദിവസം സംസാരിപ്പിച്ചിട്ട് അവൻ നിന്റെ സ്വന്തം തന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് അവനെ കുറ്റം പറയും. അവന്റെ മരുമോനല്ലേ ഇപ്പൊ നിനക്ക് പറഞ്ഞത്? ബോധ്യമായില്ലേ നിനക്ക്? അവന്റെ മരുമോൻ വിടുമെന്ന് പറയും. ഞാൻ അറിയില്ല. പക്ഷെ പൈസ ഫലം മാറിപ്പോയി. പൈസ തെളിഞ്ഞ് ഫലം മാറിപ്പോയി. ഇത് കൽപ്പിക്കാനാണ് ഞാൻ നടത്തിയിട്ടില്ല. പറഞ്ഞു കിടക്കി നിനക്ക് 10,000 കാരണം തന്നെ അവർ എഗ്രിമെന്റ് എഴുതി. ആ എഗ്രിമെന്റ് എഴുതിയിട്ട് അവസാനം വിചാരിക്കുന്ന ആ എഗ്രിമെന്റ് കാര്യമില്ല. അവർ കോപ്പി കാണിക്കുമ്പോൾ പറയുന്നത് തിരിച്ച് ആ പൈസക്കാരെ കൂടെ പൈസ. പക്ഷെ ഡിഗ്രി എടുത്താൽ പൈസ നടക്കില്ല. വെറും പവക്കച്ചവടക്കാരല്ല. ആ സംസ്കാരമല്ല. മോനെപ്പോലെ സ്നേഹിച്ചല്ല. എന്നിട്ടാണ് എന്റെ ഭാര്യയ്ക്ക് കൊടുത്ത കടയിൽ മോഷണം. എത്ര തവണ പറഞ്ഞത് കട വിട്ടുതരാൻ പോകും. കട വിട്ടുതരാൻ വേണ്ടി പറഞ്ഞു. എത്ര വട്ടം കട വിട്ടുതന്നു. ഇപ്പൊ ഈ സെറ്റിൽമെന്റ് കഴിഞ്ഞ് കട വിട്ടുതരണം. അതിന്റെ 5 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങി സ്വീകരിച്ചു. ഏത് സംസ്കാരം ഉള്ളവർ കാണിക്കും. കൊലയന്മാർ കാണിക്കും. ഇതുപോലെ ഈ വ്യക്തിഗത പാവക്കന്മാരല്ല. നിന്റെ തവണയാണെങ്കിൽ കൂട്ടി നുണ പറഞ്ഞു കൊടുക്കണം. നിന്റെ തവണയിൽ വന്നിട്ടില്ല. നിന്റെ തന്തയ്ക്ക് വാദം ഫോണൊക്കെ ഉണ്ട്. നീ കാണിക്കും. നിന്റെ മോളെ കാണിക്കും. ചെറുപ്പതല്ലേ കാണിക്കില്ല. പടച്ചവും പിടിക്കും. രണ്ടും പുഴുത്തേക്കാവും. 1 രൂപ അറിയിക്കാതെ വീടുകളുടെ പുഴുത്ത് കല്ലുകൊണ്ട് പുഴുത്തേക്കാവും. ഞാൻ നെഞ്ചിട്ടോട്ട് പറയേണ്ടത് അത് നിന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് നീ ഇവിടെ നിൽക്കുന്നത്. ഞാൻ നിന്നെ സ്നേഹിച്ചത്. അല്ലെങ്കിൽ എന്നെ നിന്റെ ഭാര്യ എന്താ കൊണ്ടേണ്ടല്ലേ? ഭാര്യ അകത്ത് കരി നീ എന്താ കരുത്? ഇവരെ പണം ആഹാര പറ്റിക്കും പണത്തിന് തിന്നുക. കാര്യം നിന്നെ ഏറ്റവും വലിയ വീട്ടിൽ കൊണ്ടുപോയി കെട്ടിക്കണം. കയ്യിൽ നിന്ന് കാര്യം ചിലവാക്കണം. അതായത് കൈ നിറയാതെ വീട്ടിൽ കെട്ടിക്കണം. ഈ സംസ്കാരമാണ്. എന്റെ ഈ തവള നിറഞ്ഞ സ്ത്രീകളുടെ ആഡംബരം. വെള്ളി മരുന്നും വെള്ളി ആഡംബരം. ഇത് മനുഷ്യസ്ത്രീയല്ല. വ്യവസ്ഥയും കാണിക്കാത്താണ് എന്റെ സംസ്കാരം. നിന്റെ തവളയുടെ സംസ്കാരം ഇങ്ങനെ പറയും. ഞാൻ സത്യം പറഞ്ഞു. ഞാൻ എന്തോന്നാണ് പറഞ്ഞത്? ഞാൻ എന്തോന്നാണോ പറഞ്ഞിട്ടുണ്ട്? എന്ത് ഞാൻ മനുഷ്യ സ്ത്രീ അല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് എന്തോ കാര്യം? ഞാൻ എന്ത് ചെയ്തു? അതൊന്ന് പറ. ഒരു കാര്യം പറ. 3 ലക്ഷം രൂപയ്ക്ക് വിറ്റല്ലേ നിങ്ങളെ മോൻ ഒന്നും ചെയ്യല്ലേ മാവാന്ന് പറഞ്ഞ് നിങ്ങളെ മോനെ പഠിപ്പിച്ചത് നിങ്ങളല്ലേ? എനിക്ക് മനസ്സിലായില്ല. നിങ്ങളെ മോൻ ഇവിടെ വന്ന് എന്റെ ആപ്പായ അടിക്കാൻ വിട്ടെന്ന് പറഞ്ഞപ്പോ ഒന്നും ചെയ്യല്ലേ മാമ എന്ന് പറഞ്ഞ് നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് എവിടെയാണ് നിങ്ങൾ റെക്കോർഡ് ചെയ്ത ഫോണല്ലേ? അവര് പറഞ്ഞിട്ടുണ്ട് ഒന്നും ചെയ്യല്ലേ അവൻ പറഞ്ഞെന്ന്. നിങ്ങൾ റെക്കോർഡ് ചെയ്തതിൽ എവിടെ ഉണ്ട്? നിങ്ങൾ റെക്കോർഡ് ചെയ്തല്ലോ. കേൾപ്പിക്കാം. നിങ്ങൾ ഞാൻ കേട്ടില്ലല്ലോ പറഞ്ഞിട്ട്. അതുപോലെ അൻസൽ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അൻസലിനെ കൊണ്ട് പറയിക്കാൻ ഞാന്. അൻസല ഞങ്ങളുടെ അടുത്ത് വിളിച്ചു പറഞ്ഞത് അന്ന് കൃഷ്ണകുമാറിന്റെ കാര്യം. റബ്ബിനാണ് സത്യം. അൻസല ഞങ്ങളുടെ അടുത്ത് ഇപ്പൊ അൻസൽ
നിങ്ങൾ അതൊക്കെ പറഞ്ഞു. പിന്നെ DRPയോടെയൊക്കെ ഞാൻ തിരക്കി എല്ലാം പിടിച്ചെല്ലാം മനസ്സിലാക്കി. നിങ്ങൾ രണ്ടുപേരും കൂടെ ഭാര്യയും ഭർത്താവും കൂടെ ഈ പെണ്ണിന് 6 മാസം കൊണ്ട് അവരെ ഫോൺ ചെയ്തിട്ട് നശിപ്പിച്ച് ഇല്ലേ? കാരണം താഴെപ്പുറവർക്ക് 10 ലക്ഷം ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ താഴെ കൊടുക്കാൻ ഒരിക്കലും നിങ്ങൾ എഗ്രിമെന്റ് എഴുതി വെച്ചിട്ടില്ലേ? എഗ്രിമെന്റ് ഇപ്പോഴും ഇരിപ്പുണ്ട്. എഗ്രിമെന്റ് നിങ്ങളെ വേണമെങ്കിൽ കാണിക്കാം ഏത് കടയാ എഴുതിയിരിക്കുന്നതെന്ന്. താഴത്തെ കടയിൽ എഴുതിയിട്ടുണ്ടോ? മെഡിക്കൽ സ്റ്റോർ ഇരിക്കുന്ന 3 സെന്റെന്ന് വ്യക്തമായിട്ട് അത് എഴുതിയിട്ടുണ്ട്. നിന്റെ വീട്ടിൽ കയറണം. എനിക്ക് എന്റെ മോളത്തെ ഞാൻ ഇന്ന് വരെ ഞാൻ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഇന്ന് വരെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എന്റെ ഹൃദയം തൊട്ട് ഞാൻ പറയുക, ഇന്ന് വരെ ഞാൻ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾ എന്നെ ചീത്ത വിളിച്ച് എന്നിട്ട് ഞാൻ സഹിച്ച് ഒരു തള്ള ചെയ്യുന്ന രീതിയാണ് നിങ്ങൾ എടി 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 എന്ന് എന്നെ വിളിച്ചത്. ഞാൻ അവരെ ആരാണേലും ഒരു എടിയെന്ന് വിളിക്കുവോ? ഞാൻ വന്നതിന് ശേഷം 6 8 അല്ല 10 അല്ല തവണ എന്നെ കൊണ്ട് കാര്യം സാധിച്ചിട്ടുള്ളത്. അതിന് മാത്രം മതി കാര്യം സാധിക്കണം. നിങ്ങൾക്ക് കാര്യം സാധിക്കുന്ന ഒരു മരുമകൻ വേണം. അതിന് എന്നെ കിട്ടില്ല. കാര്യം സാധിച്ചാണ് ഞങ്ങൾ ഇത്രയും നാളും ജീവിച്ചത്. ഇത്ര കാര്യം വരെ ഞങ്ങൾ ജീവിച്ചത് നിങ്ങളെ കൊണ്ട് കാര്യം സാധിച്ചല്ലോ. നിങ്ങൾ അത് എനിക്ക് മരുമൻ പോറ്റുമെന്ന് വിചാരിച്ചല്ലോ നിങ്ങൾ കളിച്ചു. മരുമൻ പോറ്റു എന്നെ കിട്ടൂല. അമ്മാനെ വിട്ടാലും അമ്മാവനെ വിട്ടാലും എന്നെ കിട്ടൂല. അപ്പൊ ഇക്കാലത്ത് പറഞ്ഞോണ്ടല്ലേ മോൻ എന്നെ അച്ഛൻ കൊടുത്തു. ഞാനല്ല വിളിച്ച ഡോക്ടർ ദേവമാനോടെ വിളിച്ച് അഞ്ചൽ കുറിച്ച് വിളിച്ചു. ഞാനല്ല വിളിച്ചത്. എല്ലാം ബസ്സുകളും ഒറ്റവന്മാരും കുറ്റം പറയാൻ യാതൊരു നിങ്ങൾ ഈ കാണിച്ച് പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ട് ഞാൻ സോൾവ് ചെയ്ത് വിട്ട് ഞാൻ സോൾവ് ചെയ്ത പ്രശ്നങ്ങളും വിട്ട് അതിന്റെ 3 എണ്ണം വിളിച്ച് പറയട്ടെ കേട്ടോ. പറയട്ടെ വിളിച്ച് തെറ്റ് ചെയ്ത് പോയതിന്റെ 3 തന്നെ നിങ്ങളെ ഭർത്താവെന്ന് പറയുന്നത് നാളെ വാക്കിന് വിലയില്ല. അവിടെ വിളിച്ചിട്ട് പറയുന്നത് ഞാൻ മര്യാദയ്ക്ക് ജീവിക്കും. ഞാൻ അയാളെ അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് കടയുടെ വളരെ എഗ്രിമെന്റ് എഴുതണം. അത് പണ്ട് 2010 ഞാൻ തെറ്റിയതിനു ഞാൻ നോക്കും. ഔദാര്യത്തിനല്ലേ ഇതെല്ലാം പറഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങളെ ഭർത്താവിന് ഒരു ഞാനാണ് നോക്കണ്ടേ? നിങ്ങളെ കൊടുത്താൽ നിങ്ങളെങ്ങനെ കിട്ടി? നിങ്ങളെ ഭർത്താവിന് നിങ്ങൾ അവരുടെ ഭർത്താവിനൊക്കെ കൊടുത്താൽ മക്കളെ വിളിപ്പിച്ച ഇതൊക്കെ കൊടുക്കുന്ന പതിവ് തന്നെ. വിളിക്കുന്നതിന്റെ മകൾ പറയുന്നത് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളെ ചോദിച്ചില്ലേ നിങ്ങളെ ഭർത്താവിനോട് എനിക്ക് 2 വിഷയം അതൊക്കെ എഴുതി കൊടുത്തേക്കാം. എനിക്ക് 1 വിഷയം അവരെയൊക്കെ നോക്കണം. പ്രമാണം പോകണം. നിങ്ങളൊന്നും ഞാൻ ഇപ്പോഴും വായിച്ചു ദൈവത്തിന്റെ വീട്ടിൽ ആ വീട്ടിലാണ് നിങ്ങളെ മോളൊക്കെ കിടക്കുന്നത്. അതിന് താലിയാറ്റി ഞാൻ നടത്തി 3 മാസം മുമ്പ് 1 മാസം മുമ്പ് 10 ഐക്യത്തിൽ പങ്കെടുത്ത് നിങ്ങളൊക്കെ വീട്ടില്ല. നിങ്ങൾ വിളിക്കണ്ട. ഞങ്ങൾ വരുന്നുമില്ല. ഞങ്ങളെ വിളിക്കണ്ട. ഞങ്ങൾ വരുന്നുമില്ല. ഞങ്ങക്ക് കാണുകയും വേണ്ട. പക്ഷെ ഞങ്ങളുടെ മോളായതുകൊണ്ട് മോളെ ഒന്ന് വിളിച്ചതാ. ഞങ്ങക്ക് മോളെ വിളിക്കണ്ടേ? ഒരു കുഴപ്പമില്ലല്ലോ. മോളെ വിളിച്ചിട്ട് മോളെ വിളിച്ച് ഭീഷണിപ്പെടുത്തി നമ്മളെ ഇങ്ങോട്ട് വേണ്ട. ഇനി നിങ്ങൾ കൈ വെക്കുന്നുണ്ട്. ഭീഷണിയിട്ട് കൈ വെച്ചു. ഞാൻ എന്താ നുണ പറഞ്ഞിട്ടുണ്ട്? എന്റെ മോടെ അടുത്ത് ഞാൻ ഒരു നുണയും ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ ആരെയും പറഞ്ഞിട്ടുണ്ടോ? ഒരു നുണ പറഞ്ഞിട്ടുണ്ടോ അവിടുത്തെ ചോദ്യയില്? ഇയാൾ പെണ്ണുങ്ങളെ ഇയാൾ വന്ന് പറയാൻ നിങ്ങളെ 3 മാസം അനുസരിച്ച് കഥ കഴിയുമെന്ന് പറഞ്ഞു. അവൻ അറിഞ്ഞിട്ടില്ല. ചന്ദ്രൻ അവിടെ അവൻ കടത്തെന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു നിങ്ങളെ നാക്കെന്ന് പറഞ്ഞു ദുഷിച്ച നാക്കുകൊണ്ട് എന്നിട്ട് നിങ്ങൾ ഇല്ല. എന്താ പറഞ്ഞു ദുഷിച്ച നാക്കുകൊണ്ട്? നിങ്ങൾ പറഞ്ഞു 5 കഥ ചെയ്യാൻ പോവുകയും 5 3 മാസത്തിൽ ഞാൻ കഥ ചെയ്യാൻ. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞു 5 എഗ്രിമെന്റ് 3 മാസം കൂടെ ഉണ്ട്. എവിടെ ഉണ്ട്? 6 മാസം കൊണ്ട് എഗ്രിമെന്റ് തീർന്നു. ഇപ്പൊ വന്നാലും കാണിക്കടാ. എന്തിനീ കള്ളം പറഞ്ഞു? അൻസൽ തന്നെ പറഞ്ഞു ഞങ്ങൾക്കിപ്പോ അൻസലിനെ ഒഴിപ്പിച്ച് ഞങ്ങൾ താക്കോൽ തരാനായിരുന്നു ഞങ്ങളുടെ പ്ലാന്. ഞങ്ങൾക്കിപ്പോ പുറത്തെ കടയാ. നിങ്ങൾ പറഞ്ഞ റെക്കാർഡിലുണ്ട്. എന്ത് നിങ്ങൾ നാടകം പറഞ്ഞു? നിങ്ങൾ പറഞ്ഞു നിങ്ങൾ നാക്കോല് പറഞ്ഞു. ഞാൻ റെക്കാർഡ് ചെയ്തിട്ടുണ്ട്. എനിക്കറിയത്തില്ല.
ഞാൻ ഈ പെണ്ണുങ്ങളുടെ ഞാൻ ഈ കടയുടെ കാര്യമോ ഇതിനോ ഒന്നും ഞാൻ പോകത്തില്ല. അഞ്ചിന്റെ കട 3 മാസം കൂടെ എങ്ങനെ കിട്ടും? നിങ്ങളെ നാട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഋഷിക്ക് മാറ്റി പറയണം. ഇതാണ് കള്ളമാണ് പറഞ്ഞത്. ഒരു മനുഷ്യനെയും ഒരു പേരുടെ മോളോട് കാണിക്കാത്ത ഋഷിച്ച കാലത്താണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഒരു ഗർഭിണിയായ ചോറുണ്ടോ ഇല്ലപ്പം നിങ്ങൾ പറയുന്നത് മാത്രം ഉണ്ടാവുന്നില്ലേ? നിങ്ങൾ മനുഷ്യപ്രിയാണ്. നിങ്ങൾ വെട്ടിട്ടുണ്ടാവോ? നിങ്ങളവിടെ വെട്ടിട്ടുണ്ടാ? നിങ്ങളെ ഋഷിച്ച ഭാവം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചോറ് കൈക്കൊണ്ടപ്പോൾ നിലക്ക് മാത്രം ഉണ്ടാവില്ല. അങ്ങനെ മനുഷ്യപ്രിയായ നിങ്ങൾ പറയുമോ? നിങ്ങൾ പറഞ്ഞു അവള് ചോറ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുമോ? അവള് ചോറിന് വന്നു അവിടുന്ന്. ഞാൻ ചോറുന്നാണെന്ന് പറഞ്ഞു. ഇവിടെ എന്റെ റെക്കാർഡിലുണ്ട്. ഇത് ഓർക്കില്ല. നമ്മളെ പത്തനാൾക്ക് ഇവിടെ അറിയില്ല. സ്വഭാവം കൂടെ നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് വിദ്യാർത്ഥികളുടെ കല്യാണം അനുവദിച്ചിട്ട് നശിപ്പിച്ചില്ലേ? അവരെ കൊണ്ട് ആ പോളിച്ച് അവരെ കൊടുക്കാന്ന് പറഞ്ഞാൽ കൊടുക്കുന്നുണ്ട്. അവരുടെ സിസ്റ്റം അതേ പയറ്റ് ഇല്ലല്ലേ? അതേ പയറ്റ് ഇല്ലത്. ഇതൊക്കെ തരാമെന്ന് പറഞ്ഞ് എന്താ പറ്റിച്ച് 4 കൊല്ലം എന്ത് നിങ്ങൾ 6 മാസം മുമ്പ് നിങ്ങൾ ഭർത്താവ് എന്റെ വീട്ടിൽ വന്ന് എല്ലാം കാണാതെ പോയത് പൈസ കൊടുത്തിട്ട് രക്ഷിച്ചോ കൊടുത്തിട്ട് നിങ്ങൾ കൊടുക്കാറുണ്ട്. 4 കൊല്ലമായിട്ട് ഇതൊന്നും ചെയ്യാത്ത തെറ്റ് തന്നെ ഉടനെ ചെയ്യാം. അതിന് ചേട്ടൻ നിങ്ങൾ എന്ത് ചെയ്തു? എന്തിനാ ഈ കടയെ വാടക മാറ്റി എന്തിനായിട്ട് നാളിപ്പോൾ എന്ത് എന്നെ ഏൽപ്പിക്കാറുണ്ട്? 5 കൊല്ലമായി 4 ചെയ്യുന്നത്. പിന്നെ മോളെ കെട്ടിച്ച് മോളെ പേരിൽ എഴുതി കൊടുത്തിട്ട് എന്റെ കൊണ്ടാകുമ്പോ എന്റെ പള്ളിവാദം പോലെ കാണിക്കും. ഞങ്ങളെയും കെട്ടിച്ചിട്ടുണ്ട്. ഞങ്ങളെ വാർത്ത നിങ്ങളെ കയ്യിലുണ്ട്. അത് ഞാനാണെങ്കിൽ അല്ല നിങ്ങളെ പോലെ ജോലി ചെയ്ത് ജീവിക്കണം. അല്ല തെണ്ടിയെ ജീവിക്കണം. പെണ്ണുകളെടുക്കണമെന്നല്ലേ മോഷണം. നിങ്ങൾ മോക്ക് പണിക്കാതെ നിങ്ങളെ വാർത്ത കിട്ടണം. നിങ്ങൾ എന്തുകൊണ്ട് മെയ്യോട്ട് 10,000 രൂപ മാത്രം എന്തിനാ 10,000 രൂപ മനസ്സുള്ളായിരുന്നു. എന്തോ അത്ര കൊടുക്കുന്നുള്ളായിരുന്നു. ആര് കൊടുക്കുന്നുള്ളായിരുന്നു? ഞങ്ങൾ അത്ര കൊടുത്തുള്ളൂ. ബാക്കി ഞങ്ങൾ എടുത്തു. മോശമാണ്. അത് മോശമാണ്. അത് മോശം. എന്നിട്ട് ഭാര്യം ഭർത്താവ് 10,000 കിട്ടുന്നത് ബാക്കി റാക്കിന്റെ വാടക, തേങ്ങയുടെ വാടക, മുടിയുടെ വാടക, സംസ്കാരമുള്ള സ്ത്രീ കാണിക്കുന്നത് ഒരിക്കലും സംസാരിക്കുന്ന എന്നിട്ട് ഇവിടെയൊക്കെ സെറ്റിൽ ചെയ്ത് ഞാൻ വീട്ടിൽ കയറുന്നല്ലേ? ഇവിടെ യോനാലയന്മാരെ ഞാൻ എന്റെ വീട്ടിൽ കയറുന്നല്ലേ? പറഞ്ഞു എന്റെ വീട്ടിലോട്ട് തോന്നുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഞാൻ വരുന്നില്ല. ഞങ്ങൾ ആരും വരുന്നില്ല. നിങ്ങൾ സുഖമായിട്ട് നിങ്ങൾ അവളുണ്ടോ ഇല്ലയോ എന്ന് അറിയാം.